റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കേട്ടോ. അപ്പം നമ്മളെ വീട്ടിൽ അങ്ങനെ ആർക്കും ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ഇഷ്ടമല്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് ഒരു ബിസ്ക്കറ്റ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. നല്ല നിങ്ങൾക്ക് ആവശ്യത്തിനാണ് എടുക്കാം കേട്ടോ. നിങ്ങൾ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്കിതൊന്ന് പൊടി കണക്കാക്കി എടുക്കണം കേട്ടോ. മിക്സി യൂസ് ചെയ്ത് പൊടിക്കണം, അതാണ് നല്ലത്. അങ്ങനെ നമ്മൾ ആ മിക്സി യൂസ് ചെയ്ത് ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പാത്രത്തിലേക്ക് നമുക്ക് തട്ടണം. നല്ലപോലെ പൊടിയാക്കിയാണ് നമ്മൾ വെച്ചേക്കുന്നത്. നല്ല പൊടിച്ച് വെച്ചേക്കുന്നത്. എന്നിട്ട് നമ്മളത് കുഴച്ചതിന് ശേഷം 2 ഡ്രോപ്സ് ഓഫ് ഓയിൽ നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ കുഴയ്ക്കണം. കൈ വെച്ച് കുഴയ്ക്കുമ്പോൾ നല്ലപോലെ മാവിൻ്റെ രീതിയിലാകാനാണ് നമ്മൾ ഈ ഓയിൽ ഒഴിച്ചിരിക്കണം. കൈ വെച്ച് കുഴയ്ക്കുമ്പോൾ നല്ലതാവും. ഇനി നമ്മൾ കുഴച്ചതിനെ ഇച്ചിരി കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി നമ്മൾ എടുക്കണം കേട്ടോ. കുഞ്ഞു ബോൾസ് ആക്കി മാറ്റണം. നല്ലപോലെ ഉരുട്ടി നല്ല കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കണമേ. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കണം. ഇത് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേട്ടോ. ലോ ഫ്ലെയിമിലാണ് നമ്മൾ കുറച്ച് ഷുഗർ ഇട്ട് എടുക്കാമേ. ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് എടുക്കാം. എന്നിട്ട് 1 കപ്പ് വാട്ടർ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ടത് മിക്സ് ചെയ്ത് ഷുഗർ അലിയുന്നത് വരെ ഇളക്കണം. ഇനി വീണ്ടും നമ്മൾ സ്റ്റൗ കത്തിച്ചു ലോ ഫ്ലെയിമിലാണ് കത്തിച്ചത് കേട്ടോ. ഇതിനകത്ത് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബോൾസ് ഈ ഓയിലിലേക്ക് ഇട്ടിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യുക. എന്നിട്ട് അതെല്ലാം കോരി മാറ്റി പാത്രത്തിൽ കേട്ടോ. ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി നിൽക്കണം കേട്ടോ. ഫ്രൈ ആക്കി എടുക്കണം. അതെ, ഒരു ഗോൾഡൻ കളറാക്കി നമ്മളിതിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതിന് നമ്മളിതാ ഈ ഷുഗർ സിറപ്പിലേക്ക് ഇതെല്ലാം ഇനി ഇട്ടിട്ട് കൊടുത്ത് നമുക്കിത് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം ബൈ.